ഹരേ കൃഷ്ണ, നമസ്കാരം. നമ്മളിപ്പോൾ മുക്തിനാഥിലാണ്. മുക്തിനാഥ് ഏകദേശം നേപ്പാൾ കാഠ്മണ്ഡു നിന്ന് ഒരു 2 ദിവസ ബസ് യാത്ര. അങ്ങനെ ഇവിടെ മുക്തിനാഥ് എത്തി. നല്ല തണുപ്പുണ്ട്. 108 ദിവ്യദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദിവ്യദേശമാണ്. ഭഗവാൻ തന്നെ സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപമെടുത്ത് എങ്ങനെ മോക്ഷപദത്തിലേക്ക് പോകാം എന്നുള്ളത് കാണിച്ചു കൊടുത്ത സ്ഥലമാണ് ഈ മുക്തിനാഥ് എന്ന് പറയുന്നത്. ഈ കഥ ഉത്ഭവിക്കുന്നത് ഗോലോകത്തിലാണ്. ഗോലോകത്തിൽ ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും ഊഞ്ഞാൽ സേവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അതായത് ഭഗവാനും രാധാറാണിയോടൊപ്പം ഇരുന്ന് ഈ ഊഞ്ഞാലിലാടുക എന്നൊരു ലീലയുണ്ട്. ആ ലീല കാണാൻ നാരദ മഹർഷി വന്നു. പക്ഷെ അന്ന് ശ്രീമതി രാധാറാണി വരാൻ അല്പം വൈകി. കൃഷ്ണ ഭഗവാൻ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എപ്പോഴാണ് രാധാറാണി വരിക? നിങ്ങൾ 2 പേരും രാധാസമേതനായി ഊഞ്ഞാലിൽ സേവ ചെയ്യുന്നതൊന്ന് കാണണം എന്ന് നാരദ മഹർഷി പറഞ്ഞു. ഭഗവാനും മറുപടി പറഞ്ഞു, എന്താ അറിയില്ല, രാധാറാണി അല്പം താമസിച്ചു. എന്നാ ശരി, ഏതെങ്കിലും ഒരു ഗോപികയെ ഊഞ്ഞാലിൽ ഇരുത്തി ആ ഒരു ഊഞ്ഞാൽ സേവ കണ്ട് സമാധാനത്തിൽ ഞാൻ പോകാം എന്ന് നാരദ മഹർഷി പറഞ്ഞു. ഒരു ഗോപികയും വരാൻ തയ്യാറായില്ല. രാധാറാണിയുടെ സ്ഥാനത്ത് വന്ന് ഇരിക്കുക എന്നുള്ളത് ഗോപികമാർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നാരദ മഹർഷി വൃന്ദ തുളസി ദേവിയെ നിർബന്ധിച്ചു. ഭഗവാനും സമ്മതം മൂളി. അങ്ങനെ ഊഞ്ഞാലിൽ ഭഗവാനോടൊപ്പം തുളസി ഇരുന്ന് ആടി. വൃന്ദാദേവി ഇരുന്ന് ഊഞ്ഞാൽ സേവ നടത്തി. ഇത് പിന്നീട് രാധാറാണി അറിഞ്ഞ് ഒരു കപട ദേഷ്യം, ഇതൊക്കെ ഒരു ലീലയാണ്, മനുഷ്യരെ പോലെ അസൂയൊന്നുമല്ല, ഒരു ദേഷ്യം പോലെ രാധാറാണി തുളസിയെടുത്ത് കാണിച്ചു. തുളസീദേവി നിസ്സഹായമായി പറഞ്ഞു, എനിക്കറിയില്ല, ഭഗവാനും നാരദ മഹർഷി നിർബന്ധിച്ച കൊണ്ടാണ് ഞാൻ ഊഞ്ഞാലിൽ കയറിയത് എന്ന് തുളസീദേവി പറഞ്ഞു. ആ സമയത്ത് ഒരു ഗോപൻ വന്ന് തുളസിക്ക് റെക്കമെൻഡ് ചെയ്തു. രാധാറാണി എടുത്ത് പറഞ്ഞു, ദേവി എന്തിനാ വെറുതെ തുളസിയെടുത്ത് ദേഷ്യപ്പെടുന്നത്? തുളസി ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അപ്പം രാധാറാണി ദേഷ്യത്തിൽ വൃന്ദാദേവിയെ ശപിച്ച് പറഞ്ഞു, നീ ഭൂമിയിൽ പോയി ജനിക്കണം. ആ ഗോപൻ്റെ അടുത്ത് പറഞ്ഞു, നീയും ഭൂമിയിൽ ഒരു അസുരനായി ജനിക്കും, ശങ്കാസുരനായി ജനിക്കും. അങ്ങനെ അവർ 2 പേരും ചെന്ന് ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങളെ എന്തിനാ ഭൂമിയിലേക്ക് അയച്ചത്? അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, ഞാനും ഇതൊരു ലീലയായിട്ട് ചെയ്തതാ, ഞാനും കൂടെ വരുന്നുണ്ട്, ശാലഗ്രാമായിട്ട് വരാം. അങ്ങനെ വൃന്ദ ചെടിയായിട്ടും ഗോപൻ ശംഖായിട്ടും ഭഗവാൻ ശാലഗ്രാമായിട്ടും വന്ന ഒരു തീർത്ഥസ്ഥലമാണ് മുക്തിനാഥ്. ഇതിൻ്റെ മുഴുവൻ ലീല നമ്മൾ അടുത്ത വീഡിയോയിൽ ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹരേ കൃഷ്ണ.